ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആസ്ട്രേലിയൻ അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളാണ്. 13ാമത്തെ ചോദ്യമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം മുൻ വീഡിയോകളിലായിട്ട് ചെയ്തു. അതിൻ്റെ ലിങ്കുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ ഡിയിലെ ചോദ്യങ്ങളാണ്. സെക്ഷൻ ഡിയിൽ 4 സ്കോറിൻ്റെ ചോദ്യങ്ങളാണ് ഉള്ളത്. 3 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. നമുക്ക് 13ാമത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യാം. ചോദ്യം: കലണ്ടറിൽ നിന്നുള്ള 9 സംഖ്യകളുടെ ഒരു സമചതുരമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലെ കോണോട് കോൺ വരുന്ന സംഖ്യാജോഡികൾ ഗുണിച്ച് വ്യത്യാസം കണക്കാക്കിയാൽ 28 ആണ് കിട്ടുന്നത്. അതായത് 16 × 4 = 64, 18 × 2 = 36. ഇവയുടെ വ്യത്യാസം 64 - 36 = 28. ചോദ്യം: ഇതുപോലെ കലണ്ടറിൽ നിന്നുള്ള 9 സംഖ്യകളുടെ മറ്റ് സമചതുരങ്ങൾ എടുത്താലും കോണോട് കോൺ വരുന്ന സംഖ്യാജോഡികൾ ഗുണിച്ച് വ്യത്യാസം കണക്കാക്കിയാൽ 28 തന്നെ കിട്ടുന്നതിൻ്റെ കാരണം വിശദീകരിക്കുക. ഈ ഒരു ചോദ്യം ഇതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നമ്മൾ കണ്ടതാണ്. നമുക്ക് ചോദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. കലണ്ടറിലെ 9 സംഖ്യകളുടെ ഒരു സമചതുരമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു 9 സംഖ്യകളുള്ള ഒരു സമചതുരം വരക്കാം. ഈ സംഖ്യകളുടെ ബീജഗണിത രൂപമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ ഈ നടുക്കുള്ള സംഖ്യയെ എക്സ് ആക്കിയിട്ടെടുത്തു. കലണ്ടറിൻ്റെ പ്രത്യേകത വെച്ചിട്ട് ഈ കോണിൽ ആയിട്ട് ലഭിക്കുന്ന സംഖ്യ എത്രയായിരിക്കും? ഈ കോണിൽ ലഭിക്കുന്ന സംഖ്യ കിട്ടാനായിട്ട് എക്സിൽ നിന്ന് 8 കുറച്ചാൽ മതി അല്ലേ? കലണ്ടർ ഒന്ന് പരിശോധിച്ച് നോക്കൂ. നമുക്ക് ഈ സംഖ്യയിൽ നിന്ന്, നടുക്കുള്ള സംഖ്യയിൽ നിന്ന് 8 കുറച്ചാലല്ലേ ഇവിടുത്തെ സംഖ്യ കിട്ടുന്നത്. ഇവിടെയുള്ള സംഖ്യയോ? അതെ, എക്സിൽ നിന്ന് 8 കൂട്ടിയാൽ മതി. ഇവിടെയുള്ള സംഖ്യയോ? എക്സിൽ നിന്ന് 6 കുറച്ചാൽ മതി. ഇവിടെ കിട്ടണമെങ്കിൽ എക്സ് പ്ലസ് 6. നമുക്ക് ഒരു തന്നിരിക്കുന്ന സമചതുരം വെച്ചിട്ട് ഈ ഒരു ബീജഗണിത രൂപം ശരിയാണോ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. തന്നിരിക്കുന്നത് ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ മാത്രം വിശദീകരിച്ച് തരികയാണ്. ഇത് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, ഈ ഒരു കള്ളിയുടെ ആവശ്യമില്ല. അതായത് ഇവിടെ 10 കൊടുത്തിരിക്കുന്നത്. 10ൽ നിന്ന് 8 കുറച്ചാൽ 2 കിട്ടും. 10ൽ നിന്ന് 6 കുറച്ചാൽ 4 കിട്ടും. 10ലേക്ക് 6 കൂട്ടിയാൽ 16 കിട്ടും. 10ലേക്ക് 8 കൂട്ടിയാൽ 18 കിട്ടും. ഇത് ശരിയാണോ എന്ന് പരിശോധിക്കുന്ന ഒരു മാർഗം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. കോണോട് കോൺ വരുന്ന സംഖ്യകൾ ഗുണിച്ചിട്ട് അതിൻ്റെ വ്യത്യാസം കണ്ടെത്തിയാൽ എപ്പോഴും 28 ആണ് കിട്ടുക എന്നാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. ആദ്യം ഈ ഒരു കോണോട് കോൺ വരുന്ന സംഖ്യകളെ നമുക്കൊന്ന് ഗുണിച്ച് നോക്കാം. എക്സ് കോണോട് കോൺ വരുന്ന സംഖ്യകളുടെ ഗുണനം ഈക്വൽ ടു എക്സ് പ്ലസ് 8 ഇൻറ്റു എക്സ് മൈനസ് 8. നമുക്കറിയാം എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. ഇവിടെ അതേ ഒരു ഫോർമാറ്റിലല്ല വന്നിരിക്കുന്നത്. എക്സ് പ്ലസ് 8 ഇൻറ്റു എക്സ് മൈനസ് 8, അതായത് വൈൻ്റെ സ്ഥാനത്ത് 8 ആണ് എന്നുള്ള മാറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് എന്ത് ചെയ്താം? എക്സ് സ്ക്വയർ മൈനസ് 8 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 64. ഇനി അടുത്ത കോണോട് കോൺ വരുന്ന സംഖ്യകളുടെ ഗുണനം ഏതൊക്കെയാണ്? അതെ, എക്സ് പ്ലസ് 6 ഇൻറ്റു എക്സ് മൈനസ് 6 ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ ഉള്ള അതേ ഒരു ഫോർമാറ്റിലാണ് അല്ലേ? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്നുള്ള അതേ ഫോർമാറ്റിലാണ്. അതായത് വൈൻ്റെ സ്ഥാനത്ത് ഇവിടെ 6 ആണ്. നമുക്ക് എന്ത് ചെയ്താം? എക്സ് സ്ക്വയർ മൈനസ് 6 സ്ക്വയർ എന്ന് എഴുതാം. അതായത് എക്സ് സ്ക്വയർ മൈനസ് 36. നമുക്ക് ഈ ഒരു സംഖ്യകളുടെ വ്യത്യാസം നോക്കാം. വ്യത്യാസം ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ്
36 ഈ സംഖ്യയിൽ നിന്ന് ഞാൻ ഇത് കുറക്കാണ്. മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 64 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 36 ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കുകയാണ്. ഇതിനൊരു മാറ്റവും ഉണ്ടാവില്ല, ഇവിടെയാണല്ലോ മൈനസ് ഉള്ളത്. ഇനി ഒരു മൈനസ് ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള എല്ലാവർക്കും കൊടുക്കാൻ പോവാണേ. മൈനസ് എക്സ് സ്ക്വയർ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതുകൊണ്ട് മൈനസിൻ്റെ മൈനസ് പ്ലസ് 64 ഈക്വൽ ടു എക്സ് സ്ക്വയർ ഉണ്ട് മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്, രണ്ടും 0 ആയിട്ട് പോകും. പിന്നെ ബാക്കിയുള്ളത് 64 പിന്നെ മൈനസ് 36. 64 മൈനസ് 36 എത്രയാണ്? 4 6 പോവില്ല. നമ്മൾ ഇവിടുന്ന് ഒരു സംഖ്യ കടെടുത്തു. 14 6 പോയാൽ 8, 5 3 പോയാൽ 2, 28. നമ്മൾ കലണ്ടറിലെ കോണോട് കോൺ വരുന്ന സംഖ്യകളെ ഗുണിച്ച് വ്യത്യാസം കണക്കാക്കിയാൽ എല്ലായ്പ്പോഴും 28 കിട്ടുന്നതിൻ്റെ കാരണം ബീജഗണിത രീതിയിൽ പ്രൂവ് ചെയ്തിട്ട്